ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞാൻ മറീന പേരച്ചി. അപ്പോൾ നമ്മൾ CHSL പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തുകൊണ്ട് CTS ആണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മെയ് 24 നടന്ന എക്സാമിൻ്റെ ലാസ്റ്റ് ഷിഫ്റ്റിലെ 25 പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം, നിങ്ങൾക്കിത് ഒരുപാട് ബെനിഫിറ്റ് ആയിരിക്കും. ഫസ്റ്റ് നോക്കി ഒന്നുമില്ല, just a simplification question ആണ്. The value of 4 cube plus 4 divided by 5 square minus 7 square minus 41. ഓക്കെ, ഇത് നമുക്ക് അങ്ങ് ചെയ്തു പോകാം. ആദ്യമേ ചെയ്യേണ്ടത് ഈ സംഭവമാണ്. ഇത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. 4ൻ്റെ ക്യൂബ് 64 പ്ലസ് 4 68 ഡിവൈഡ് ബൈ ഇത് ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ ആദ്യമേ എന്ത് ചെയ്യണം? 49 മൈനസ് 41 എന്ത് വരും? 49 മൈനസ് 41 8 വരും. 5 സ്ക്വയർ 25 മൈനസ് 8 എന്ന് വരുമ്പോൾ എന്ത് വരും? 25 മൈനസ് 8 17 വരും. 68 ബൈ 17 4 ഈസ് യുവർ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. The fourth proportion to the numbers 5, 6 and 8 is, നമുക്കറിയാം ഫോർത്ത് പ്രൊപ്പോർഷനും തേർഡ് പ്രൊപ്പോർഷനും മീൻ പ്രൊപ്പോർഷനും എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഫോർത്ത് പ്രൊപ്പോർഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 6 × 8/5. 6 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 48. 48 ബൈ 5 എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ ഡബിൾ എടുത്തിട്ട് ഒരു പോയിന്റ് കൊടുക്കുക. അപ്പോൾ എത്രയാണ്? 9.6. അടുത്ത എന്താണ് നോക്കിക്കോ. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. ടു പാക്ക് എ സെറ്റ് ഓഫ് ബുക്സ് ഗൗതം ഗോട്ട് കാർട്ടൂൺ ഓഫ് എ സർട്ടൻ ഹൈറ്റ് ദാറ്റ് വെർ 48 inches long and 27 inches wide. If the volume of such a cartoon was 22.5 cubic feet, what was the height of each cartoon ആണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം കാർട്ടൂൺ എന്ന് പറയുമ്പോൾ എന്ത് ഷേപ്പാണ് വരുന്നത്? ലെന്ത് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ലെന്ത് തന്നിട്ടുണ്ട്. എത്രയാണ്? 48. ഓക്കെ, അപ്പോൾ 48 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 27. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഹൈറ്റ് ആണ്. ഹൈറ്റ് ഈക്വൽ ടു എത്രയാണ് തന്നേക്കുന്നത്? 22.5 ക്യൂബിക് ഫീറ്റ് ആണ്. ഒരു ഫീറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഇഞ്ചസ് ആണ്. അപ്പോൾ ക്യൂബിക് ഫീറ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 12 ഇൻറ്റു 12 ഇൻറ്റു 12 അല്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? ഈ 12 കൊണ്ട് ഇതിനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 4, എഗെയിൻ ഈ 4 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3, എഗെയിൻ ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 9, എഗെയിൻ ഇത് 3 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 3, ഇവിടെ 4, എഗെയിൻ ഈ 3 കൊണ്ട് 22.5 വേണമെങ്കിൽ നമുക്ക് 22.5 നമുക്ക് എന്ത് ചെയ്യാം? ബൈ ഒരു 10 കൊടുത്താലും മതി. ഇവിടെ ഒരു 10 കൊടുക്കുമ്പോൾ പോയിന്റ് അങ്ങ് പോകും, കൺഫ്യൂഷൻ മാറാൻ വേണ്ടി. കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, അപ്പോൾ 3 കൊണ്ട് നമുക്ക് ഇത് ചെയ്യുമ്പോൾ എത്ര? 7, പിന്നെ 75 എന്ന് വരും. ഓക്കെ, അപ്പോൾ 7.5 ഇൻറ്റു 4 എത്രയാണ്? 7.5 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 30 ആണ് ഹൈറ്റ്. ഓക്കെ, അടുത്ത എന്താണ്? ഫോർത്ത് ക്വസ്റ്റ്യൻ. 5 kilogram of rupees 18 per kilo wheat is mixed with 2 kilogram of another type of wheat to get a mixture costing rupees 20 per kg. Find the price of the costlier wheatന്റെ കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? അലിഗേഷൻ ചെയ്യാം. പല മെത്തേഡാണ്. നമ്മൾ എപ്പോഴും എന്താണ് എളുപ്പത്തിൽ ഏതാണ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നോക്കേണ്ടത്. ഓക്കെ, ആദ്യമേ നമുക്കറിയാം 18 രൂപയുടെയാണ്. അടുത്ത എത്രയാണ്? അടുത്ത അനദർ ടൈപ്പ് എത്ര രൂപയ്ക്ക് വിൽക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഓക്കെ, അത് ഓക്കെ ഇവിടെ കിടന്നോട്ടെ. എത്ര മിക്സ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? 20. ഓക്കെ, പിന്നെ നമുക്ക് ക്വാണ്ടിറ്റി അറിയാം. ഏതൊക്കെയാണ്? 5:2 ആണല്ലോ. അപ്പോൾ നമുക്ക് ഇത് എത്രയാണ്? 20ൽ നിന്ന് 18 പോകുമ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എത്രയാണ്? 2 തന്നെയാണ്. അപ്പോൾ ഇവിടെ എത്രയാണ്? 20 + 5. അപ്പോൾ എത്രയാണ് നമ്മുടെ റുപ്പീസ്? സെക്കൻഡ് കോസ്റ്റിയറിൻ്റെ റുപ്പീസ് എത്രയാണ്? 25 ആണ്. ഓക്കെ, അടുത്ത നോക്കിയോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ത് എളുപ്പം ചോദിച്ചേ. ഇഫ് cot 75 ഡിഗ്രി ഈക്വൽ ടു 2 മൈനസ് √3 ഫൈൻഡ് ദ വാല്യൂ ഓഫ് cot 15 ആണ്. നമുക്കറിയാം a പ്ലസ് ബി 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? cot A ഈക്വൽ ടു cot B ആണ് അല്ലേ? cot A ഇൻറ്റു cot B. cot A equal to cot B അല്ല, cot A ഇൻറ്റു cot B ഈക്വൽ ടു 1. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? cot A ഈക്വൽ ടു 1/cot B എന്ന് എഴുതാം. കാരണം റെസിപ്രോക്കൽ ആയിരിക്കും ആണല്ലോ. ഇവിടെ നോക്കിയോ, ഇത് 75 15, 75 + 15 90 ആണ്. അപ്പോഴെന്ത് ചെയ്യാം? നമുക്കറിയാം 2 മൈനസ് √3യുടെ എന്ത് ചെയ്യണം? റെസിപ്രോക്കൽ എടുത്താൽ മതി. ഓക്കെ, ഇതെന്ത് വരും? നമുക്ക് ഇങ്ങനത്തെ കേസ് നമുക്ക് നേരെ ചെയ്യാൻ അറിയാം. ഇതെന്ത് വരും? ഇത് സ്ക്വയർ ചെയ്യുമ്പോൾ
സ്ക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് 1 വരുവാണെങ്കിൽ നേരെ അതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ മൈനസ് √3യുടെ സ്ക്വയർ 4 മൈനസ് 3 1 ആണ് വരുന്ന ഡിഫറൻസ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ 2 പ്ലസ് √3 ആയിരിക്കും അല്ലേ? നേരെ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണ് cos 15ൻ്റെ വാല്യൂ 2 പ്ലസ് √3. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, sin 75ൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ എന്ത് cos 75ൻ്റെ വാല്യൂ കണ്ടു അങ്ങനെയും ചെയ്യാം. പക്ഷെ അത്രയും എന്തിനാണ് നമ്മൾ കോംപ്ലിക്കേഷൻ ആവുന്നത്? നമുക്ക് നേരെ ഇങ്ങനെ ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് എപ്പോഴും സമയമാണ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത് നോക്കിയോ, 6th ക്വസ്റ്റ്യൻ ആണ്. ഇൻ എ ഗവൺമെൻറ് സ്കീം ഇഫ് ആൻ ഇലക്ട്രിസിറ്റി ബിൽ ഈസ് പെയ്ഡ് ബിഫോർ ഡ്യൂ ഡേറ്റ് വൺ ഗെറ്റ് എ റിഡക്ഷൻ ഓഫ് 5% ഓൺ ദ എമൗണ്ട് ഓഫ് ദ ബിൽ. By paying the bill before the due date, a person got a reduction of ₹20. The amount of his electricity bill was ആണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിച്ചതാണ് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ CGL-നകത്ത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ പാറ്റേൺ. ഓക്കെ, നമുക്കറിയുന്നതാണ് ഇലക്ട്രിസിറ്റി ബില്ല് ഡ്യൂ ഡേറ്റിന് മുമ്പേ അടച്ചാൽ എന്ത് ചെയ്യും? അയാൾക്ക് ബില്ലിൻ്റെ അകത്ത് 5% റിഡക്ഷൻ ഉണ്ടാവും. ആ റിഡക്ഷൻ കാരണം അയാൾക്ക് 20 രൂപ എന്ത് ചെയ്തു? അയാൾക്ക് സേവ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ ഈ 5% ആണല്ലോ നമുക്ക് ഈ തന്നേക്കുന്നത് 20. അങ്ങനെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് എത്രയാണ്? എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ബില്ല് 100% എത്രയാണ്? 520 ആണെങ്കിൽ എത്ര വരും? 5 ഇൻറ്റു എത്രയാണ്? 5 ഇൻറ്റു 20 ആണ് 100. അപ്പോൾ 20 ഇൻറ്റു 20 എത്രയാണ്? 400 ആണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്. ഇങ്ങനെ ചെയ്യുന്നതാണ് വളരെ എളുപ്പം. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. എ ഷോപ്പ് കീപ്പർ ഏൺസ് എ പ്രോഫിറ്റ് ഓഫ് 12% ഓൺ എ സെല്ലിംഗ് എ ബുക്ക് അറ്റ് 10% ഡിസ്കൗണ്ട് ഓൺ ദ പ്രിന്റഡ് പ്രൈസ്. ദ റേഷ്യോ ഓഫ് ദ കോസ്റ്റ് പ്രൈസ് ടു ദ പ്രിന്റഡ് പ്രൈസ് ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്ത് എളുപ്പമായിട്ടാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പല മെത്തേഡുണ്ട്, പക്ഷെ എപ്പോഴും നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്ന കോസ്റ്റ് പ്രൈസും പ്രിന്റഡ് പ്രൈസും. പ്രിന്റഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൈസിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് നേരെ അറിയാം കോസ്റ്റ് പ്രൈസ് ബൈ MB ഈക്വൽ ടു എന്താണ്? ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണ്? 90 ബൈ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? 112. ഓക്കെ, ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 2നെയും 2നെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 45:56. കണ്ടോ, ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് എഴുതി. എന്തെങ്കിലും പാടുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ക്ലാസ്സസ്. ഇതേ രീതിയിലാണ് നമ്മുടെ MDS എക്സാമിന് ചോദിക്കുന്നത്. CGL-ന് നമ്മൾ ഇതേ പാറ്റേൺ കണ്ടിരുന്നു. ഓക്കെ, അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. എ thief was spotted by a policeman from a distance of 225 meters. When the policeman started the chase, the thief also started running. If the speed of the thief was 11 km/h and that of the policeman was 13 km/h, how far would be the thief have run before the policeman caught up with him ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? തീഫ് എത്ര ദൂരം കൂടെ മുന്നോട്ട് പോയി എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എത്ര മീറ്റർ തീഫിൻ്റെ നമുക്കറിയാം. എത്രയാണ് സ്പീഡ്? സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലേ? ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. അപ്പോൾ നമുക്കറിയാം എന്തായാലും എന്ത് 11ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഓപ്ഷൻ നമ്മുടെ ആൻസർ. ഓക്കെ, ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ആകെ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ 11നെ മൾട്ടിപ്പിൾ ആവത്തുള്ളൂ. ഒന്നും ചെയ്യേണ്ട പോലും ഇല്ല. പക്ഷെ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കറിയാം ഇവിടെ പോലീസ്മാൻ പോകുന്നു, ഇവിടെ തീഫ്. ഓക്കെ, 225 ഡിസ്റ്റൻസിൽ എന്ത് ചെയ്യുന്നു? പോലീസ്മാൻ തീഫിനെ പോലീസ്മാൻ സ്പോട്ട് ചെയ്യുന്നു. എത്രയാണ്? പോലീസ്മാൻ എങ്ങോട്ട് പോകുന്നു? പോലീസ്മാൻ്റെ സ്പീഡ് 13 km/h ഓക്കെ, തീഫിൻ്റെ 11 km/h ആണല്ലോ, സംശയമില്ലല്ലോ. ഇവർ രണ്ടുപേരും പോകുന്നു. ഓക്കെ, ഈ 225 മീറ്ററാണ് ഇവർ തമ്മിൽ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ഇതിന് ശേഷം എന്ത് പറ്റുന്നു? കള്ളൻ എഗെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര സമയത്തിന് എത്ര ദൂരം കള്ളൻ പോലീസ് പിടിക്കുന്നതിന് മുന്നേ ട്രാവൽ ചെയ്യുന്നു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്കറിയാലോ ഈ ഡിസ്റ്റൻസ് ഇതെന്താണ്? അവരുടെ ഈ ടൈം കണ്ടുപിടിച്ചാൽ നമുക്ക് ഇവർ എത്ര ദൂരം പോകുന്നുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഈ 225 നമുക്കറിയാം. ടൈം എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 225 ബൈ ഇവരുടെ റിലേറ്റീവ് സ്പീഡാണ് നമുക്ക് എടുക്കണം. റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? ഇവർ രണ്ടുപേരും സെയിം ഡയറക്ഷനിലായിരിക്കുമ്പോൾ 13ഉം 11. റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? 2 ആണ്. 2 ഇൻറ്റു നമുക്ക് എത്രയാണ്? മീറ്റർ പെർ എന്താണ്? km/h വേണം, നമുക്ക് മീറ്ററിലാണ്. അപ്പോൾ 2 ഇൻറ്റു
5/18. അപ്പോൾ എന്ത് 2 × 5/9 എന്ന് വരും. ഇതാണ് നമ്മുടെ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ 225 ഡിസ്റ്റൻസ് ബൈ സ്പീഡ് 5/9. 5/9 എന്ന് പറയുമ്പോൾ ഇവിടെ 9 വരും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ 45 × 9. 45 × 9 എന്ന് വരുമ്പോൾ 45 × 9 405. 405 എന്താണ്? ഇതാണ് അവരെടുക്കുന്ന സമയം. ഇവർ രണ്ടുപേരും എടുക്കുന്ന സമയം, പോലീസ്മാനും ഇവർ രണ്ടും. ഇനി എന്താണ് ചോദിച്ചേക്കുന്നത്? ഹൗ ഫാർ വുഡ് തീഫ് ഹാവ് റൺ ബിഫോർ ദ പോലീസ്മാൻ കോട്ട് അപ്പ് വിത്ത് ഹിം ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം തീഫിൻ്റെ എത്രയാണ്? തീഫിൻ്റെ നമുക്ക് ഇത് തീഫാണ്, ടൈമല്ല. തീഫിൻ്റെ നമുക്ക് സ്പീഡും അറിയാം, അവരെടുക്കുന്ന സമയവും അറിയാം. അപ്പോൾ എത്രയാണ്? 11 × 405 × 5/18. ഓക്കെ, ഇത് കട്ട് ചെയ്യുമ്പോൾ എന്തൊരു ഇതിനെ 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2, ഇവിടെ 9 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 45. എഗെയിൻ എന്ത് വരും? ഇത് കട്ട് ചെയ്യും ഇല്ല. അപ്പോൾ 45 × 5 അപ്പോൾ 45 × 5 എന്ന് പറയുമ്പോൾ 225. 225 × 11/2 ആണ്. 11 കൊണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രയാണ്? 5, 7, 4, 2475/2. 2475/2 എന്ന് പറയുമ്പോൾ എത്ര വരും? ഒരു വട്ടം പോവും. എഗെയിൻ 237.5. എത്രയാണ് അവർ പോകുന്ന ഡിസ്റ്റൻസ്? തീഫ് റൺ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഇത്ര. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? ഇത്രയും കൂടെ അവൻ റണ്ണ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയാണ് അവൻ? ഓൾറെഡി ഇത് പിന്നെ എത്ര ദൂരം കൂടെ സഞ്ചരിക്കുന്നുണ്ട്? ടോട്ടൽ ഇത്രയും ദൂരം കൂടെ തീഫ് സഞ്ചരിക്കുന്നുണ്ട്. എത്രയാണ്? 1237.5 മീറ്റർ ആണ്. ഓക്കെ, അടുത്ത നോക്കിയോ 9ാമത്തെ ക്വസ്റ്റ്യൻ. 9ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിവിസിബിൾ ബൈ 3? 3 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിൻ്റെ ഡിജിറ്റിൻ്റെ സം കൂട്ടിയിട്ട് അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാം. 7 3 10, 14, 14 5 19, 19 9, 19 9 28, 28 5 33 അല്ലേ? 33 ഈസ് ഡിവിസിബിൾ ബൈ 3. വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യാനുണ്ടോ? വേറെ ഒന്നും ചെക്ക് ചെയ്യാനില്ല. ജസ്റ്റ് ഫസ്റ്റ് നമ്പർ തന്നെ നോക്കുമ്പോഴേ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി നോക്കേണ്ട കാര്യമേ ഇല്ല. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ. അറ്റ് എ സർട്ടൻ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി എ സം എമൗണ്ട്സ് ടു 10,890 in 2 years and to 11,979 rupees in 3 years. എന്താ സമ്മാണ് ചോദിച്ചത്. ഓക്കെ, ഇത് 2 വർഷം കഴിഞ്ഞു, ഇത് 3 വർഷം കഴിഞ്ഞു. നമുക്കറിയാം ഇവരുടെ ഗ്യാപ്പ് എത്രയാണ്? 1 വർഷത്തെയാണ്. 1 വർഷം നമുക്ക് കണ്ടുപിടിക്കും. ഇത് എത്രയാണ്? 11,979 മൈനസ് 10,890 എത്ര വരും? ഇവിടെ 9, ഇവിടെ 801. ഓക്കെ, ഇപ്പം തന്നെ നമുക്ക് കിട്ടി. ഇതാണ് എന്ത്? ഇൻട്രസ്റ്റ് അല്ലേ? അപ്പോൾ 10,890 ഇത് ചെയ്യുമ്പോഴേ നമുക്കറിയാം റേറ്റ് എത്രയാണ്? റേറ്റ് 10% ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കിട്ടും അല്ലേ? അപ്പോൾ എന്താണ്? റേറ്റ് 10% അറിയാം. 10% ആണെങ്കിൽ നമുക്ക് 2 വർഷത്തെ എമൗണ്ട് നമുക്കറിയാം. എത്ര? 10,890 ആണ്. 10 ആണെങ്കിൽ 10 നമ്മുടെ എമൗണ്ട്, 10 നമ്മുടെ സമ്മെങ്കിൽ എമൗണ്ട് എത്രയായിരിക്കും? 11 ആയിരിക്കും. 2 വർഷം ആകുമ്പോൾ എത്രയാണ്? 100 121 ആവും. ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഈ 121 നമുക്ക് തന്നേക്കുന്ന വാല്യൂ 10,890 അല്ലേ? അങ്ങനെയാണെങ്കിൽ 100 എത്രയാണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്? സമ്മല്ലേ കണ്ടുപിടിക്കണേ? 121 × 90 ആണ് 10,890. അപ്പം 100 × 90 എത്ര വരും? 9,000 ആണ് നമ്മുടെ സം. എന്ത് എളുപ്പമാണ്! ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ വാല്യൂസൊക്കെ ഇട്ട് നമ്മൾ ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അടുത്ത് നോക്കിയോ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഫോളോയിങ് ഗ്രാഫ് ഷോസ് ദ data of the production of electric wire in 1000 tons by 3 different companies P, Q and R over the years ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 3 കമ്പനീസിൻ്റെ പ്രൊഡക്ഷനാണ് തന്നിരിക്കുന്നത് 3 വർഷത്തെ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് കമ്പനി പി ഇൻ ദ പീരീഡ് 2017 തൊട്ട് 19 വരെ. ഈ 3 വർഷത്തെ പീരീഡേതും അതുപോലെ തന്നെ ദ ആവറേജ് പ്രൊഡക്ഷൻ ഓഫ് കമ്പനി ക്യൂ ഇൻ ദ സെയിം പീരീഡാണ്. സെയിം പീരീഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ആവറേജ് എടുക്കുമ്പോൾ നമുക്കറിയാം ടോട്ടൽ സം ബൈ നമ്പറാണ്. എത്ര വർഷമുണ്ട്, 3 വർഷം ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് വരുന്നത്. ഇത് രണ്ടിടത്ത് സെയിം പീരീഡ് ആയതുകൊണ്ട് ഡിവൈഡ് ബൈ 3 എഴുതി കഴിഞ്ഞാൽ രണ്ടിടത്ത് ക്യാൻസൽ ആയി പോകും. അതുകൊണ്ട് അത് എഴുതേണ്ട കാര്യമില്ല, ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. നമുക്കറിയാം 25 പിയുടെ നോക്കാം. 25, 50, 75, 75, 40 എത്ര വരും? 115. 115 ഈസ്റ്റു ക്യൂടെ എത്രയാണ്? ക്യൂ ഏതാണ്? ക്യൂ ഓറഞ്ച്. 35, 40, 75, 75, 50 എത്ര വരും? 125. 5ന് കട്ട് ചെയ്യാം. 5ന് കട്ട് ചെയ്യുമ്പോൾ 23:25. വേണ്ട, കാരണം ബൈ 3 വരും ആവറേജ്. ഇവിടെയും ബൈ 3 ആണ്, കാരണം സെയിം വർഷം 3 വർഷത്തെ കാര്യമോ പറയുന്നുള്ളൂ. പക്ഷേ ഇവിടെ 4 വർഷത്തെ കാര്യവും ഇവിടെ 3 വർഷത്തെ കാര്യവുമാണെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഡിവൈഡ് ബൈ 3യും അങ്ങനെ എടുക്കണം കേട്ടോ. ഇവിടെ സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതാത്തത്. അടുത്ത് നോക്കി 12ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് പൈ ചാർട്ട് ഷോ ദ ഡിഫറെൻറ്റ് കളേർഡ് ഡ്രസ് വേൺ ബൈ ദ 60 സ്റ്റുഡൻസ് ഇൻ എ കോളേജ് പാർട്ടിയാണ് പറഞ്ഞേക്കുന്നത്. സോറി, സ്റ്റഡി ദ പൈ ചാർട്ട് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, 60 സ്റ്റുഡൻസ് ആണ്. ടോട്ടൽ എത്ര ഉണ്ട് നമുക്കറിയാം. പെർസെൻറ്റേജ് നോക്കാം. 40, 30, 70, 70, 30, 100. ഓക്കെ, ഈ 100% നമുക്ക് തന്നേക്കുന്നത് എത്ര? ടോട്ടൽ 60 സ്റ്റുഡൻസ്. ഓക്കെ, 60 സ്റ്റുഡൻസ് ആണ്. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എന്താണ്? ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹു വേർ യെല്ലോ കളർ ഡ്രസ്. യെല്ലോ കളർ ഡ്രസ്സ് ചെയ്തേക്കുന്ന അതേതാണ്? 10%. ഓക്കെ, യെല്ലോ കളർ ഡ്രസ്സ് ചെയ്തേക്കുന്ന സ്റ്റുഡൻസ് എത്ര ഉണ്ട്? 10%. എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. എന്ത് എളുപ്പമാണ്. 100% 60 ആണെങ്കിൽ 10% എത്രയാണ്? 6. എന്തെങ്കിലും പെന്നും പേപ്പർ നമ്മൾ പെൻ പോലും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് there are 39 students and their average weight is 51 kilo. Okay, if we include the weight of the teacher, then the average become 51.2 kilo. What is the weight of the teacher ആണ് ചോദിച്ചേക്കുന്നത്. ഇത് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം? 39 × 51 മൈനസ് അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ടോട്ടൽ സ്റ്റുഡൻറ്റ് സമ്മ് കിട്ടും. അതിനുശേഷം ഒന്ന് ആവറേജ് ഒരാളും കൂടെ കൂടി. ഇപ്പോൾ എത്രയായി? 40 പേരായി. 40 × 51.2. അത് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? ടീച്ചറിൻ്റെ വെയിറ്റ് കിട്ടും. അതാണ് ബേസിക് ആയിട്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അതാകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ വരും. അതിനെക്കാട്ടി എന്ത് എളുപ്പമാണ്. നമുക്കറിയാം എന്താണ്? എല്ലാവർക്കും 51. ഓക്കെ, ഒരു കുഴപ്പമില്ല. 51 പിടിച്ചുകൊണ്ടാണ് ഈ 39 പേര് നിൽക്കുന്നത്. ഓക്കെ, പക്ഷേ എന്താണ്? ആവറേജ് കൂടി അല്ലേ? ആവറേജ് കൂടാൻ കാരണം എന്താണ്? വന്ന ടീച്ചറിന് എന്താണ്? ആവറേജ് ഈ 51-നേക്കാട്ടി കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ടോട്ടൽ ഇപ്പോൾ ആവറേജിനകത്ത് ഇൻക്രീസ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇൻക്രീസ് ഉണ്ടായത്? 0.2 ആണ് ഇൻക്രീസ് ഉണ്ടായത്. ഓക്കെ, അത് എത്ര പേർക്ക് കൊടുക്കണം? അത് 40 പേർക്ക് കൊടുക്കണം അല്ലേ? എന്നാലല്ലേ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ വരത്തുള്ളൂ. അപ്പോൾ ടീച്ചറിൻ്റെ വെയിറ്റ് എത്രയാണ്? 51 × 0.2 × 40 എന്ന് പറയുമ്പോൾ 8. 51 + 8 59 വെയിറ്റ് ഓഫ് ദ ടീച്ചർ. ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. ടീച്ചറിനും ഇപ്പോൾ 51 ഉണ്ട് എന്ന് നമ്മൾ കരുതുന്നു. ഓക്കെ, പിന്നെന്താണ്? നമുക്കറിയാം 0.2 ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഈ 0.2 എന്താണ്? ആ എല്ലാവർക്കും കൊടുക്കണം. എന്നാൽ മാത്രമല്ല ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ വരണം. അപ്പോൾ 0.2 × 40. അപ്പോൾ ടീച്ചറിൻ്റെ വെയിറ്റ് എത്രയാണ്? ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തെ. എ സം ഓഫ് മണി ബിക്കംസ് 3,364 at a rate of 16% compounded annually for 2 years. The sum of the money ആണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വളരെ എളുപ്പം. നമുക്കറിയാം 16% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/25 ആണ്. ഓക്കെ, അപ്പോൾ 25 സമ്മെങ്കിൽ 29 2 years ആകുമ്പോൾ എത്രയാണ്? ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും സമ്മ്. നമുക്കറിയാം 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625. 29ൻ്റെ സ്ക്വയർ എത്രയാണ്? 841. ഞാൻ പറഞ്ഞു 50ൻ്റെ വരെ സ്ക്വയറും പഠിക്കണം. അതുപോലെ തന്നെ കുറഞ്ഞൊരു 35 വരെയെങ്കിലും ക്യൂബും പഠിച്ചു വെക്കണം. കാരണം ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ വരുമ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ പോകുമ്പോൾ ആ സമയം എന്ത് ചെയ്യും? നമുക്ക് വേസ്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ ആ സമയത്തിന് നമുക്ക് ചിലപ്പോഴല്ല എല്ലാവർക്കും 29ൻ്റെ സ്ക്വയർ അറിയാം. അപ്പോൾ 29ൻ്റെ സ്ക്വയർ അറിയാവുന്നവർ ആ സമയം എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്തിട്ട് ബാക്കി ആ കിട്ടുന്ന സമയം വേറെ ക്വസ്റ്റ്യന് ചിലവഴിക്കുക. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യും? അവർക്ക് സ്കോർ കൂടും. അങ്ങനെയാണ് എപ്പോഴും
എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ നമ്മളും അതേ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം, ഒരു 50ൻ്റെ വരെ സ്ക്വയറും ക്യൂബ് ഒരു 35ൻ്റെ വരെയെങ്കിലും മാക്സിമം പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പോൾ 29ൻ്റെ സ്ക്വയർ 840. ഈ 841ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് എത്ര? 3364. ഓക്കെ, 3364 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? എത്രയാണ്? 841ൻ്റെ വാല്യൂ ആണ് നമുക്ക് തന്നേക്കുന്നത് 3364. അപ്പോൾ 841 നമുക്ക് തന്നേക്കുന്നത് 3364. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? സമ്മാണ് 625. 841 ഇൻറ്റു നമുക്കറിയാം ഏത് ചെയ്യുമ്പോഴാണ് 4 ചെയ്താൽ മാത്രമാണ് ഇത് വരുന്നത് അല്ലേ. 841 ഇൻറ്റു 4 3364. അപ്പോൾ 625 ഇൻറ്റു 4 എത്രയാണ്? 2500 നമ്മുടെ സം ഓഫ് ദ മണി. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 1386 സെൻറ്റിമീറ്റർ സ്ക്വയർ then find the radius of the sphere ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്നുമില്ല, സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ എത്രയാണ്? 4πr² ആണ്. 4 ഇൻറ്റു 22/7 ഇൻറ്റു r² ആണ് നമുക്ക് തന്നിരിക്കുന്നത്. എന്ത്? 1386. ഇത് കാണുമ്പോഴേ എന്തായാലും ഇതെന്താണ്? നമ്മുടെ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ഇത് 2 കൊണ്ട് കട്ട് ചെയ്യും. ഇത് എത്രയാണ്? 11 പോകുമ്പോൾ ഒരു വട്ടം, എഗെയിൻ 2 ടൈംസ് വരും, എഗെയിൻ 66 വരും, അപ്പോൾ 6. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 63 അല്ലേ. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? r² ഈക്വൽ ടു നമുക്ക് എടുത്ത് എഴുതാം 63യെ 7 ഇൻറ്റു 9 എന്ന് എഴുതാം. ഈ 7 അങ്ങോട്ട് പോവും, ഈ 4 താഴെ വരും. ഓക്കെ, അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 7, ഒരു 3/2, 21/2 എത്രയാണ്? 10.5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. If the numerator of a fraction be increased by 50% and its denominator be diminished by 28%, the value of the fraction is 25/36. Find the original fraction ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് എളുപ്പമാണ്, ഒന്നുമില്ല. നമ്മുടെ ന്യൂമറേറ്റർ എക്സ് ആണ്, ഡിനോമിനേറ്റർ വൈ ആണ്. ഓക്കെ, അതിപ്പോൾ എത്രയായി? 50% കൂടി. ഓക്കെ, ഇൻറ്റു 150. ഡിനോമിനേറ്റർ എത്രയായി? ഡിമിനിഷ്ഡ് ബൈ 28 എത്രയായി? 72 ഈക്വൽ ടു എത്രയാണ് അപ്പോൾ വരുന്നത്? 25/36. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് നമുക്ക് ഒരു 3 കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 50, ഇവിടെ 3 കട്ട് ചെയ്യുമ്പോൾ 24 ഇൻറ്റു 3 ആണ് 72. അപ്പം ഇതെന്ത് പറ്റും? ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 2 വരും, എഗെയിൻ ഈ 2നെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 12 വരും, ഇത് കട്ട് ചെയ്യുമ്പോൾ 3 വരും. ഓക്കെ, അപ്പോൾ x/y വാല്യൂ എന്ത് കിട്ടും? 1/3 കിടക്കുന്നു. എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ സംഭവം. കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ ഒരുപാട് പ്രാക്ടീസും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് മാക്സിമം സ്കോർ കിട്ടും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എല്ലാ എക്സാമും നമ്മൾ വിൻ ചെയ്യും. അടുത്ത് നോക്കിയേ. സിംപ്ലിഫൈ 957 + 932 the whole square minus 4 into 957 into 932. ഇത് കാണുമ്പോൾ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാൻ പോവല്ല. നിങ്ങൾ ഇതിനെ സം ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ എടുത്തിട്ട് 4 ഇൻറ്റു ഇതൊക്കെ ചെയ്യാൻ പോലെ. ഇത് എന്താണ് തന്നിരിക്കുന്നത്? a + b the whole square minus 4ab. എന്താണ്? a - b the whole squareൻ്റെ എക്സ്പാൻഷൻ അല്ലേ ഈ തന്നേക്കുന്നത്. അപ്പോൾ എന്താണ്? a - b the whole squareൻ്റെ എക്സ്പാൻഷനാണ് ഈ തന്നേക്കുന്നത് എന്ന് കാണുമ്പോഴേ മനസ്സിലാവണം. അതെങ്ങനെയാണ്? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്? 957 - 932 എത്രയാണ്? 25. 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625. എന്തെങ്കിലും ചെയ്യാനുണ്ടോ? എത്ര മാത്രം നമുക്ക് സമയം കിട്ടുന്നുണ്ട്. ഈ സമയം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് റീസണിങ്ങിന് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 18ാമത്തെയാണ്. The surface area of a sphere is 64 pi centimeter square. Then the volume of the sphere ആണ്. ഓക്കെ, സർഫസ് ഏരിയ നമുക്കറിയാം. സർഫസ് ഏരിയ ഓഫ് ദ സ്പിയർ എന്താണ്? 4πr². 4πr² ആണ് നമുക്ക് തന്നേക്കുന്നത്. 64 ആണല്ലോ. r അപ്പോൾ എത്രയാണ്? r = 4 കിട്ടി. ഓക്കെ, r 4 ആണെങ്കിൽ ഒബ്വിയസ്ലി എന്തായിരിക്കും? വോളിയം 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഈ നോക്ക്, ഈ കിടക്കുന്ന 3 ഓപ്ഷനകത്ത് ആകെ 256 മാത്രമേ ഉള്ളൂ 4ൻ്റെ മൾട്ടിപ്പിൾ. അപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കുത്തിയിട്ട് പോവാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യും. ഈ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഇങ്ങനെയാണ്. നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് സമയം സേവ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഇനി വോളിയം ഓഫ് ദ സ്പിയർ കാണും. വോളിയം ഓഫ് ദ സ്പിയർ = 4/3 πr³ ആണ്.
ആർ ക്യൂബ് എന്ന് പറയുമ്പോൾ 4ൻ്റെ ക്യൂബ് 64 64 ഇൻറ്റു 4 256 പൈ ബൈ 3. ഓക്കെ, അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ. On reducing the market price of his goods by 28 rupees, a shopkeeper gains 20%. If the cost price of the article be 560 and it is sold at the market price, what will be the gain percentage എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് പ്രൈസിനകത്ത് എന്ത് ചെയ്ത് അയാൾ 28 രൂപ കുറച്ച് വിറ്റപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും 20% ഗെയിൻ ഉണ്ടായി. പിന്നെന്താണ്, അയാളുടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 560. എന്തിനായിരിക്കും ഈ ഗെയിൻ പെർസെൻറ്റേജ് തന്നെ? ഗെയിൻ പെർസെൻറ്റേജ് തന്നേക്കുന്നത് നമുക്ക് SP കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ഗെയിൻ പെർസെൻറ്റേജ് 20% ഗെയിൻ ആണെന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 നമ്മുടെ CP. SP എത്രയാണ്? SP 6. ഓക്കെ, അപ്പോൾ 5 നമുക്ക് തന്നേക്കുന്നത് 560. ഓക്കെ, അങ്ങനെയെങ്കിൽ 6 എത്രയാണെന്ന് കണ്ടുപിടിക്കാമല്ലോ. 5 ഇൻറ്റു എത്രയാണ്? ഒരു ടൈംസ് എഗെയിൻ 1 ടൈംസ് പോവും, എഗെയിൻ 2 112. 5 ഇൻറ്റു 112 560. അപ്പോൾ 112 ഇൻറ്റു 6 112 ഇൻറ്റു 6 എന്ന് വരുമ്പോൾ 112 6 2 672. ഓക്കെ, SP എത്ര കിട്ടി? 672. On reducing the market price of his goods by 28. ഓക്കെ, മാർക്കറ്റ് പ്രൈസ് 28 രൂപ കുറച്ചെന്ന് പറഞ്ഞാൽ കുറയ്ക്കുമ്പോഴാണ് നമ്മൾ SP ഇടുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 672 കൂടെ 28 കൂടെ കൂടുമ്പോൾ എത്രയാണ്? മാർക്കറ്റ് പ്രൈസ് 700. CP നമുക്ക് എത്രയാണ് കിട്ടിയത്? 560 അല്ലേ? നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ഇപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ സാധനം മാർക്കറ്റ് പ്രൈസ് തന്നെ വിൽക്കുമായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര ശതമാനം ഗെയിൻ കിട്ടിയേനെന്നാണ് ചോദിക്കുന്നത്. നമുക്കത് ക്യാൻസൽ ചെയ്യാം. എന്തിനാ ഇത്രയും ഇട്ട് കഷ്ടപ്പെടുന്നത്? 7 കട്ട് ചെയ്യുമ്പോൾ 10/8. എഗെയിൻ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 5/4. ഓക്കെ, 5 മാർക്കറ്റ് പ്രൈസ്, CP 4. എത്രയാണ് പ്രോഫിറ്റ്? 1 1/4. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25% അയാൾക്ക് കിട്ടുന്ന ഗെയിൻ. ഓക്കെ, അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ ഓൾജിബ്രയിലെയാണ്. നമ്മൾ ഒരുപാട് വട്ടം നമ്മളിത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, if x plus 1/x equal to minus 2 root 3, what is the value of x cube plus 1/x cube? x cube അല്ല, സോറി, x raised to 5 plus 1/x raised to 5 ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? നമുക്കറിയാം x square plus 1/x square into x cube plus 1/x cube മൈനസ് x plus 1/x ചെയ്താൽ എന്ത് കിട്ടും? ഈ സംഭവം അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യമേ എന്ത് വേണം? x square plus 1/x square വേണം. അപ്പോൾ നമുക്കറിയാം x plus 1/x minus 2 root 3 ആണെങ്കിൽ എന്താണ്? x square plus 1/x square എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ a square. ഇതിൻ്റെ സ്ക്വയർ എന്ത് വരും? 4 × 3 12 minus 2. 12 minus 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 10. ഓക്കെ, 10 ഇൻറ്റു ഇത് എത്രയാണ്? x cube plus 1/x cube. x cube plus 1/x cube എന്ന് പറയുമ്പോൾ minus 2 root 3 the whole cube. minus 2 root 3 the whole cube എന്ന് പറയുമ്പോൾ 24 root 3 മൈനസ് 24 root 3 മൈനസ് എന്ത് വരും? 3AB ആണ്. 3 ഇൻറ്റു K ആണ്. അപ്പോൾ 3 ഇൻറ്റു K എന്ന് പറയുമ്പോൾ മൈനസ് പ്ലസ് വരും, പ്ലസ് 6 root 3 എന്ന് വരും അല്ലേ? അപ്പോൾ ഇതെന്ത് വരും? ഇത് വരുമ്പോൾ 24 മൈനസ് 24 പ്ലസ് 6 root 3 എന്ത് വരും? മൈനസ് 18 root 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു 18 root 3. അപ്പോൾ ഇതെന്ത് വരും? ഇത് മൈനസ് 180 root 3 വരും. ഇത് ഇത്രയും നമുക്ക് 180 root 3 അല്ല, ഇതിങ്ങോട്ട് മാറ്റിയിട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് മൈനസ് 180 root 3 വരും. പിന്നെ എന്താണ് ഇതിൻ്റെ ആൻസർ? x plus 1/√3 ആൻസർ എത്രയാണ് വരുന്നത്? മൈനസ് 2 root 3 ആണ്. അപ്പോൾ മൈനസ് പ്ലസ് 2 root 3 എന്ത് വരും? മൈനസ് 180 root 3 പ്ലസ് 2 root 3 എത്ര വരും? മൈനസ് 178 root 3. അടുത്ത് നോക്കിക്കോ. Avi and Bindu can complete a project in 4 and 12 hours respectively. Avi begins project at 5 AM and they work alternatively for 1 hour each. When will the project be completed? Time and വർക്കിലെയാണ്. ഓക്കെ, എയും ബി എന്ന് ജസ്റ്റ് കൊടുക്കാം. 4 മണിക്കൂറും 12 മണിക്കൂറും കൊണ്ടാണ് അവർ ചെയ്ത് തീർക്കുന്നത്. ടോട്ടൽ വർക്ക് നമ്മൾ 12 എടുത്താൽ അവി
3 അവൻ്റെ എഫിഷ്യൻസി. 3 മണിക്കൂർ കൊണ്ടാണ് പണി തീർക്കുന്നത്. ബിന്ദുവോ 1 മണിക്കൂർ കൊണ്ട് തീർക്കും. കാരണം അവൻ്റെ എഫിഷ്യൻസി നമുക്കറിയാം. ഓക്കെ, 1 മണിക്കൂറാണ് അവൻ്റെ എഫിഷ്യൻസി. ഒരു വർക്കാണ് അവൻ ചെയ്യുന്നത്, അങ്ങനെയാണ് കേട്ടോ. അവൻ്റെ എഫിഷ്യൻസി, അവിയുടെ എഫിഷ്യൻസിയാണ് 3. ഓക്കെ, അപ്പം നമുക്കറിയാം എന്താണ് ചോദിച്ചേക്കുന്നത്. അവിയാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, 5 മണിക്ക് തുടങ്ങുന്നു, 5 AM സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു? 3 വർക്ക്. ദെൻ ബിന്ദു എത്ര ചെയ്യുന്നു? 1 വർക്ക്. നമുക്കറിയാം ടോട്ടൽ 2 മണിക്കൂർ കൊണ്ട് 2 അവർ കൊണ്ട് അവൻ എത്ര വർക്ക് ചെയ്യുന്നു? അവർ 2 പേരും കൂടെ 4 വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? എഗെയിൻ 2 വർക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ അവർ എഗെയിൻ ചെയ്യുന്ന എത്ര 6 വർക്ക് അല്ല 8 വർക്ക് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു. അതിന് വരെ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഇൻറ്റു 3. അപ്പോൾ എന്ത് വരും? ടോട്ടൽ 12 വർക്ക്. അതല്ലേ നമ്മുടെ ടോട്ടൽ വർക്ക്. അപ്പോൾ എഗെയിൻ ആ സാധനം അത് തന്നെ നമ്മൾ ഇവിടെയും ചെയ്ത് എത്രയാണ്? 6 അവർ. അപ്പോൾ ടോട്ടൽ 6 അവേഴ്സ് കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. 5 AM വർക്ക് തുടങ്ങുന്നത്. പ്ലസ് 6 അവർ എത്രയാണ്? 11 AM വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, 22ാമത്തെയാണ്. 2 സർക്കിൾസ് ഹാവിംഗ് റേഡിയെ 12 cm and 8 cm respectively touch each other externally. A common tangent is drawn to these circles which touch the circles at M and N respectively. What is the length of M എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 2 സർക്കിൾ എക്സ്റ്റേണലി ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർക്കൊരു കോമൺ ടാൻജൻ്റ് ഉണ്ട്. ഇതാണ് എമ്മും എന്നും. റേഡിയസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 12. ഈ സർക്കിളിൻ്റെ റേഡിയസ് 8 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എം എൻ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഈ ലെങ്ത് ഓഫ് എം എൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ പഠിച്ചു. എന്താണ്? 2√R1R2 അല്ലേ? അപ്പോൾ 2 × റൂട്ട് 12 × 8. 12 × 8 ഇതിനകത്ത് എന്ത് വരും? ഒരു 4 × 3 ഉണ്ട്. ഇതിനകത്ത് ഒരു 4 × 2 ഉണ്ട്. ഈ രണ്ടെണ്ണത്തിനകത്തുനിന്ന് ഒരു 4 കോമൺ എടുക്കാമല്ലോ. അപ്പോൾ എത്ര വരും? 8√6 ആണ്. ഓക്കെ, ഈ 3ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് 6. അപ്പോൾ എത്രയാണ് ലെങ്ത് ഓഫ് എം എൻ? 8√6. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, 23ാമത്തെ. ഇഫ് a + 2b = 27 and a³ + 8b³ = 5427, then find the value of 2ab ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ക്യൂബ് ചെയ്യാം. a + 2b the whole cube. എന്താണ്? a + 2b the whole cube എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഹോൾ ക്യൂബ് ആണ്. a³ + b³ b³ എന്ന് പറയുമ്പോൾ 8b³ + 3 × a³ + a³ അല്ല a + 2b ഇൻറ്റു എന്ത് വരും? 2 × a × b അല്ലേ? ഇങ്ങനെയല്ലേ വരുന്നത്? a + b ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും? നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? a + 2b the whole cube 27ൻ്റെ ക്യൂബ്. അപ്പോൾ 27 × 27 × 27 = a³ + 8b³ എത്രയാണ്? നമുക്കറിയാം വാല്യൂ എത്രയാണ്? 5427 പ്ലസ് 3 × എത്രയാണ്? a + 2b എത്രയാണ്? 27 ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2ab. ഇത് നമുക്ക് k എന്ന് കൊടുക്കാം. ഓക്കെ, ഈ 5427 നോക്കുമ്പോൾ അറിയാം 27 ഇൻറ്റു എത്രയാണ്? 27 × 201 ആണ് ഈ 5427. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനകത്തും നമുക്കൊരു 27 ക്യാൻസൽ ആക്കാമല്ലോ. ഇവിടുന്ന് 27 പോയി, ഇവിടുന്ന് 27 പോയി, ഇവിടുന്ന് 27 പോയി. കുറച്ചുകൂടെ കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കറിയാം 27ൻ്റെ സ്ക്വയർ എത്രയാണ്? 729. 729 - 201. 729 - 201 എന്ന് പറയുമ്പോൾ 528. 528 = 3k. അപ്പോൾ എത്രയാണ് ഇത് കട്ട് ചെയ്യുമ്പോൾ? 176. കെയുടെ വാല്യൂ എത്രയാണ്? k എന്ന് പറഞ്ഞാൽ നമ്മുടെ 2ab. 2ab യുടെ വാല്യൂ എത്രയാണ്? 176. ഓക്കെ.